السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നാം കഴിഞ്ഞ ചില ദിവസങ്ങളിലായി വായിച്ചുകൊണ്ടിരുന്ന ഇബ്നുൽ ജൗസി റഹിമഹുള്ളയുടെ ആദാബുൽ ഹസൻ അൽ ബസരി സുഹുദുഹു വ മവാഇദുഹു എന്ന കിതാബിൽ ദമ്മുദ്ദുന്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുനിയാവിന്റെ നിരർത്ഥകതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫസ്ലാണ് വായിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ തുടർച്ചയാണ് നമ്മൾ വായിക്കുന്നത്. وكان الحسن يقول حسن البصري رحمه الله പറയുമായിരുന്നു, روي أن رسول الله صلى الله عليه وسلم قال في بعض أيامه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചില ദിവസങ്ങളിൽ പറയുമായിരുന്നു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, അല്ലാഹുവാണ് സത്യം, മാ അസ്ബഹൽ യൗമ ഫീ ആലി മുഹമ്മദിൻ മിൻ തുആം വഇന്നഹു ലതിസ്അതു അബിയാത്തിൻ. ഇന്ന് പ്രഭാതമാകുമ്പോൾ മുഹമ്മദിന്റെ കുടുംബത്തിന്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന് കാര്യമായ ഒരു ഭക്ഷണവുമില്ലാതെയാണ് ഇന്ന് പ്രഭാതത്തിലായിട്ടുള്ളത്. അന്ന് 9 കുടുംബം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാർ ഉണ്ട്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. ഹസൻ ബസ്രി റഹിമഹുള്ള ഈ വാക്കിനെ വിശദീകരിക്കുന്നിടത്ത് പറയുകയാണ്, അമാ വല്ലാഹി, അല്ലാഹുവാണ്, മാ ഖാലഹ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിബ്താഅൻ ലിറിസ്ഖി റബ്ബിഹി, റബ്ബിൽ നിന്നുള്ള റിസ്ക് വൈകിയതിന്റെ പേരിൽ ഒരു ആക്ഷേപമായിട്ടോ ആ രീതിയിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. വലാ ത്വലബൻ ലിമാ ലം യുഅതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെടാത്തത് ആവശ്യപ്പെട്ടുകൊണ്ടോ അല്ല ഇത് പറയുന്നത്. വലാകിൻ ലിതതഅസ്സാ ബിഹി ഉമ്മതുഹു വതഅലമ അൻ ലാ ഖദ്റ ലിദ്ദുനിയ ഇൻദഹു, തന്റെ ഉമ്മത്തിന് ഒരു മാതൃകയായിക്കൊണ്ട് അതുപോലെ തന്നെ ദുനിയാവിന് യാതൊരു പ്രാധാന്യവും നൽകുന്നില്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഹസൻ ബസ്രി റഹിമഹുള്ള പറയുകയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം, അള്ളാഹുവിന്റെ അടുക്കലുള്ള ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ള വ്യക്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ സ്വർഗത്തിലാവട്ടെ മഹ്ശറയിലാവട്ടെ ഏറ്റവും ഉന്നതമായ സ്ഥാനം ലഭിച്ചിട്ടുള്ള ആളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ദുനിയാവിൽ നിന്ന് ലഭിച്ചത് വളരെ കുറഞ്ഞതാണ്. പക്ഷെ അതൊരിക്കലും എന്തല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരാശയായിട്ടല്ല പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ തൃപ്തനായിരുന്നു, അല്ലെങ്കിൽ അതിൽ ക്ഷമിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഈ ഉമ്മത്തിന് നമുക്ക് ദാരിദ്ര്യം ബാധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ദുനിയാവിന്റെ എന്തെങ്കിലും കുറവ് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ ഏറ്റവും നല്ല മാതൃക ആരാണ്? നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ നമുക്കൊരു നേരത്തെ ഭക്ഷണം നമ്മൾ ആഗ്രഹിച്ചതുപോലെ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ കൊതിച്ച ഒരു ഭക്ഷണം ലഭിക്കുന്നില്ല എന്ന് ആലോചിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആലോചിക്കണം. ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ട്, 2-3 മാസത്തോളം അടുപ്പ് പുകയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം ജീവിച്ചിട്ടുണ്ട്. അഥവാ ഈത്തപ്പഴവും വെള്ളവും മാത്രം ഉപയോഗിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബവും വിശപ്പ് മാറ്റിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ദുനിയാവിലെ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ ഒരിക്കലും ഖേദിച്ച് വലിയൊരു നഷ്ടമായി പോയി എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വർഗത്തിൽ ആദ്യമായി സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന നബിക്ക് ലഭിച്ചത് എത്രയാണെന്ന് ചിന്തിക്കുക. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, ഹസൻ ബസ്രി റഹിമഹുള്ള പറയുമായിരുന്നു, ലഖദ് വകാന ഹസൻ യഖൂൽ റൂയ അൻ യുഅ്താ അന്നഹു യുഅ്താ ബിദ്ദുനിയ യൗമൽ ഖിയാമത്തി മഅ കുല്ലി സീനത്തിൻ കാനത് ഫീഹാ മുദ്ഖലഖഹ അല്ലാഹ്, നാളെ അന്ത്യനാളിൽ ദുനിയാവിനെ കൊണ്ടുവരപ്പെടും. ദുനിയാവ് സൃഷ്ടിച്ചത് മുതലുള്ള എന്തെല്ലാം സൗന്ദര്യങ്ങളുണ്ടോ ആ സൗന്ദര്യത്തിന്റെ എല്ലാം പൂർണ്ണതയോടുകൂടി കൊണ്ടുവരും. തതസറമു ഫതഖൂൽ, എന്നിട്ട് ആ ദുനിയാവ് അല്ലാഹുവിനോട് പറയും, യാ റബ്ബ്, റബ്ബേ, ഇജ്അൽനി ലിഅഹദി ഔലിയാഇക്, എന്നെ നിന്റെ ഔലിയാക്കളിൽ ഒരാളാക്കണം എന്ന് പറയും. അതോ പ്രത്യേക ഒരു സ്ഥാനം നൽകണം. ഫയഖൂലു അല്ലാഹു സുബ്ഹാനഹു, അല്ലാഹു തആല പറയും, ഉസ്കുതി, നീ മിണ്ടാതിരിക്കുക.
ഫമാ ഖലഖ്തു ഖൽഖൻ ഹുവ അബ്ഗദു ഇലയ്യ മിൻക, നിന്നേക്കാൾ എനിക്ക് കോപമുള്ള അല്ലെങ്കിൽ നിരർത്ഥകമായിട്ടുള്ള ഒരു സൃഷ്ടിയുമില്ല. വമിമ്മൻ ആസറകി വഖ്താറകി അലാ മാ ഇൻദി, എന്റെ അടുക്കൽ ഉള്ളതിനേക്കാൾ നിനക്ക് പ്രാധാന്യം നൽകിയവനും അവനേക്കാൾ ഞാൻ നിരർത്ഥകമായി കാണുന്ന മറ്റൊന്നുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അതായത് ധാരാളം ആയത്തുകളുടെയും ഹദീസുകളുടെയും ആശയമാണ് ഈ ഒരു വാക്കിലുള്ളത്. കാരണം അള്ളാഹുവിന്റെ അടുക്കലുള്ളത് എന്താണ്? സ്വർഗമാണ്, അള്ളാഹുവിന്റെ മഗ്ഫിറത്താണ്, അള്ളാഹുവിന്റെ റിദ്വാനാണ്. ഇതെല്ലാം വിട്ടിട്ട് ദുനിയാവിനൊരു പ്രാധാന്യം കൊടുക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവൻ നഷ്ടക്കാരനാണ്. അവരെ പറ്റി അള്ളാഹു തആല പറഞ്ഞത് അവർ നരകാവകാശികളാകുന്ന ആളുകളാണ് എന്നതാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കാണ്, അള്ളാഹുവിന്റെ അടുക്കൽ ഉള്ളതിനാണ് മറ്റെന്തിനേക്കാളും നാം പ്രാധാന്യം നൽകേണ്ടത്. വകാന അൽ ഹസൻ യഖൂൽ, ഹസൻ ബസരി റഹിമഹുല്ലാഹ് പറയുമായിരുന്നു, അൽ മുഅ്മിനു അസീറുൻ ഫിദ്ദുനിയ, ഒരു സത്യവിശ്വാസി ദുനിയാവിൽ ഒരു തടവുകാരനെ പോലെയാണ്, ഒരു തടവുകാരനെ പോലെയാണ്. യസ്ആ ഫീ ഫകാകി റഖബതിഹി, അവന്റെ അടിമത്വത്തിൽ നിന്ന് അവൻ ഒഴിവാകാൻ വേണ്ടി പണിയെടുക്കുന്നവനെ പോലെയാണ്. ലാ യഅ്മനു ഹത്താ യൽഖാ റബ്ബഹു, അവൻ സുരക്ഷിതനാവുകയില്ല, നിർഭയനാവുകയില്ല അവൻ അവന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ. അതായത് നമ്മൾക്ക് ഓരോരുത്തർക്കും ദുനിയാവിൽ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള അമാനത്തുകളുണ്ട്. ആ അമാനത്തുകൾ പൂർത്തീകരിക്കുക എന്നുള്ളത് മരണം വരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാഗമായി കൊണ്ടുനടക്കേണ്ട കാര്യമാണ്. അതിനൊരു ഒഴിവഴിവില്ല. മരണം മാത്രമാണ്, അള്ളാഹുവിനെ കണ്ടുമുട്ടൽ മാത്രമാണ് അതിനുള്ള ഒരു അവധി എന്നുള്ളത്. അപ്പൊ അതിനുള്ള പണി നമ്മൾ എടുത്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ അടിമത്തം അഥവാ നമ്മൾ ബന്ധിതമായിട്ടുള്ള, ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഒരു യുദ്ധത്തിൽ ഒരു തടവുകാരനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവന് ചിലപ്പോ മോചനദ്രവ്യം പോലെ പണം കൊടുത്തിട്ട് അതിന് ഒഴിവായി രക്ഷപ്പെടാനുള്ള വഴിയുണ്ടാവും. അങ്ങനെ അതിനുവേണ്ടി പണിയെടുക്കുന്ന ഒരാളെ പോലെയാണ് ഒരു മുഅ്മിൻ ദുനിയാവിലുള്ളത്. അവൻ നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് മടങ്ങിയെത്തുന്നത് വരെ അഥവാ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ അതിനുള്ള പണി എടുത്തുകൊണ്ടേയിരിക്കണം. വഖാല ലഹു റജുലുൻ യൗമൻ, ഒരിക്കൽ ഹസൻ അൽ ബസരി റഹിമഹുല്ലാഹയോട് ഒരു വ്യക്തി പറഞ്ഞു, യാ അബാ സഈദ്, യാ അബൂ സഈദ്, അയ്യുൽ ലിബാസി അഹബ്ബു ഇലൈക, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വസ്ത്രം ഏതാണ് ചോദിച്ചു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വസ്ത്രം ഏതാണ്? ഖാല അഗ്ലബുഹു വഅഖ്ശനുഹു വഅവ്ദഉഹു ഇൻദന്നാസ്, പരുപരുത്ത ജനങ്ങൾ യാതൊരു വിലയും, ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും തരം താഴ്ന്നിട്ടുള്ള വില കുറഞ്ഞിട്ടുള്ള നല്ല പരുപരുത്ത വസ്ത്രമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞു. ഫഖാല റജുൽ, അപ്പോൾ ആ വ്യക്തി ചോദിച്ചു, അലൈസ ഖദ് റുവിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു തആല ഭംഗിയുള്ളവനാണ്, ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനാണെന്ന് വന്നിട്ടില്ലേ എന്ന് ചോദിച്ചു. ഫഖാല, അപ്പോ ഹസൻ ബസരി റഹിമഹുല്ലാഹ് പറഞ്ഞു, യബ്ന അഖി, സഹോദര, ലഖദ് ദഹബ്ത ഇലാ ഗൈരിൽ മദ്ഹബ്, നീ അതിനെ വേറൊരു രീതിയിലാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ആ ഹദീസിനെ വേറൊരു രീതിയിലാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ലൗ കാനൽ ജമാലു ഇൻദല്ലാഹി അൽ ലിബാസ്, അള്ളാഹുവിന്റെ അടുക്കൽ ഭംഗി എന്നുള്ളത് വസ്ത്രമായിരുന്നെങ്കിൽ, വസ്ത്രം മാത്രമായിരുന്നെങ്കിൽ, ലകാനൽ ഫുജ്ജാറു ഇദൻ ഇൻദഹു ഔജഹ മിനൽ അബ്റാർ, ഫുജ്ജാറുകൾ, തെമ്മാടികൾ, നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കുന്ന ആളുകൾ, അവരായിരിക്കും അള്ളാഹുവിന്റെ അടുക്കൽ പുണ്യവാന്മാരായിട്ടുണ്ടാവുക. ഇന്നമൽ ജമാൽ, പക്ഷേ ജമാൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തഖറുബു ഇലല്ലാഹി ബിഅമലി ത്വാആത്ത്, അള്ളാഹുവിന്റെ അനുസരണം കൊണ്ട്, അനുസരണയുള്ള കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കലാണ്. വമുജാനബത്തിൽ മആസി, തിന്മകൾ ഒഴിവാക്കലാണ്, അതിൽ നിന്ന് അകലലാണ്. വമകാരിമുൽ അഖ്ലാഖി വമഹാസിനുഹാ, ഏറ്റവും നല്ല സ്വഭാവങ്ങൾ ജീവിതത്തിൽ പകർത്തലാണ്. وكذلك ما روي عن رسول الله صلى الله عليه وسلم في الصحيح, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹീഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഞാൻ നിയോഗിതനായിട്ടുള്ളത് ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഹദീസിൽ പ്രധാനമായിട്ടുള്ള പാഠം ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ എന്ന ഹദീസ്. അത് രണ്ട് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ഈമാനുള്ള ആളുകൾ എടുക്കുമ്പോൾ ഭംഗിയുള്ള വസ്ത്രം ധരിക്കലും ഭംഗിയുള്ള നല്ല രീതിയിലുള്ള വേഷം ധരിക്കലും എല്ലാം സൗന്ദര്യമാണ് ഈമാനുള്ള ആളുകളിൽ. എന്നാൽ പൊതുവായി നമ്മൾ പറയുമ്പോൾ അള്ളാഹുവിനെ അനുസരിക്കാതെ ജീവിച്ചിട്ട് ഭംഗിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ഭംഗിയുള്ളവനാവോ? ഇല്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്നാവോ? ഇല്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആദ്യത്തെ സൗന്ദര്യം, ആദ്യം പരിഗണിക്കുന്ന സൗന്ദര്യം
അവൻ അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ടോ, ഹറാമുകൾ ഒഴിവാക്കുന്നുണ്ടോ, അതുപോലെ നല്ല സ്വഭാവങ്ങൾ അവനുണ്ടോ? ഇതുള്ളവർക്കാണ് പിന്നീട് ബാഹ്യമായിട്ടുള്ള വസ്ത്രം സൗന്ദര്യം നൽകുന്നത്. അപ്പോ അടിസ്ഥാനപരമായിട്ട് പൊതുവായി പറയുകയാണെങ്കിൽ ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ജമാൽ അള്ളാഹുവിനോടുള്ള അനുസരണയും തഖ്വയും അതുപോലെ തന്നെ തൗഹീദും സുന്നത്തും അതുപോലെ എന്തെല്ലാം നന്മകളുണ്ടോ നല്ല സ്വഭാവം അതെല്ലാമാണ് ഉൾക്കൊള്ളുന്നത്. എന്നാൽ ഇതുള്ള ആളുകൾ യഥാർത്ഥ മുഅ്മിനീങ്ങൾ അവർക്ക് സമ്പത്തുണ്ടെങ്കിൽ, അള്ളാഹു സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യവുമാണ്. ولقد روي أن عيسى عليه السلام قال للحواريين عيسى നബി അലൈഹി السلام ഹവാരിയീങ്ങൾ പറഞ്ഞതായിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അജീഉ അക്ബാദകും വശഇസൂ റൂസകും, നിങ്ങളുടെ വയറിനെ നിങ്ങൾ പട്ടിണിക്കിടുക, അഥവാ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാതെ ചില സമയങ്ങളിൽ നോമ്പെടുത്തുകൊണ്ടും അതുപോലെ തന്നെ ഭക്ഷണം കുറച്ചുകൊണ്ടും നിങ്ങൾ ജീവിക്കുക. വശഇസൂ റൂസകും, നിങ്ങളുടെ തല മുടികൾ അത് ജട പിടിച്ചതാക്കുക. ഉദ്ദേശം പിന്നെ ഇങ്ങനെയുള്ള വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതൽ ഇബാദത്തുകളിൽ മുഴുകി എപ്പോഴും നമ്മുടെ സൗന്ദര്യവും ഇത് മാത്രവും നോക്കി നടക്കുന്ന ആളുകളല്ലാതെ ഇബാദത്തുകളിൽ സമയം ചെലവഴിക്കുന്ന ആളുകളായിട്ട് മാറുക. വളഉ അലൈഹാ ജിൽബാബൽ ഹുസ്ൻ, നിങ്ങളുടെ മേലെ ഹുസ്നിന്റെ ദുഃഖത്തിന്റെ ജിൽബാബ് ധരിക്കുക, അഥവാ നാളെ പരലോകത്തെ കുറിച്ച് ആലോചിച്ചും നമ്മുടെ പാപങ്ങളെ കുറിച്ച് ആലോചിച്ചും ഭയവും ദുഃഖവും ഉണ്ടാവുക. ലഅല്ലകും തറൗന റബ്ബകും ബിഉയൂനി ഖുലൂബികും, അങ്ങനെ നിങ്ങളായാൽ നിങ്ങളുടെ ഖൽബിന്റെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾക്ക് അല്ലാഹുവിനെ കാണാൻ സാധിച്ചേക്കാം. അത് അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്താണ്. അറിയപ്പെട്ട ഒരു കാര്യമാണ്. ആരാണോ ഭക്ഷണം കുറക്കുകയും ഉറക്കം കുറക്കുകയും കൂടുതൽ ഇബാദത്തുകൾ മുഴുകുകയും കൂടുതൽ ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുകയും കൂടുതൽ തഫക്കുർ ചെയ്യുകയും ചെയ്യുന്നവന് അവൻ അള്ളാഹുമായിട്ട് അടുത്ത ബന്ധം ആസ്വദിക്കാൻ സാധിക്കും. അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്ത് അവന് ലഭിക്കും. അങ്ങനെ ഉണ്ടാകുമ്പോൾ കൂടുതൽ അള്ളാഹുവിനെ അറിയാൻ സാധിക്കും. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം നമ്മുടെ ഇച്ഛകൾക്ക് അനുസരിച്ച് യഥേഷ്ടം ഉറങ്ങുന്ന, യഥേഷ്ടം ഭക്ഷിക്കുന്ന, യഥേഷ്ടം സംസാരിക്കുന്ന ആളുകളുടെ ഖൽബ് ഖസ്വത്ത് ബാധിച്ചിട്ടുണ്ടാകും. ആ ഖസ്വത്ത് ബാധിച്ച ആളുകൾക്ക് അള്ളാഹുവിന്റെ ദിക്ർ ആസ്വദിക്കാൻ സാധിക്കില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്ത് ലഭിക്കില്ല, അള്ളാഹുവിന് വേണ്ടി ഖൽബ് ഒഴിഞ്ഞിരിക്കാനും സാധിക്കില്ല. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, ഖീല ലിൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമാ, അലി റളിയല്ലാഹുവിന്റെ മകനായിട്ടുള്ള ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, മൻ അഅലമുൻ നാസി ഖദ്റൻ, ആരാണ് ജനങ്ങളിൽ ഏറ്റവും സ്ഥാനമുള്ള വ്യക്തി ആരാണ്? ഫഖാല, അദ്ദേഹം പറഞ്ഞു, മൻ ലാ യുബാലി ദുനിയ ഫീ യദി മൻ കാനത്, അവന്റെ കയ്യിൽ ദുനിയാവ് എന്ത് തന്നെയുണ്ടെങ്കിലും ആ ദുനിയാവിന്റെ വിഷയത്തിൽ ഒരു വിലയും നൽകാത്തവൻ, ആ ദുനിയാവിന് അവൻ യാതൊരു പ്രാധാന്യമോ ഗൗരവമോ നൽകാത്തവൻ, അത് ജനങ്ങൾക്കിടയിൽ ഉന്നതമായ സ്ഥാനമുള്ളവനാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ദുനിയാവ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ദുനിയാവ് ഒരുത്തന്റെ കൽബിൽ കയറുന്നതാണ് പ്രശ്നം. അവന്റെ കയ്യിൽ എത്രയുണ്ടെങ്കിലും അവന്റെ കൽബിൽ ദുനിയാവില്ല എങ്കിൽ, അതിനവനൊരു വിലയും കൊടുക്കുന്നില്ല എങ്കിൽ അവൻ സാഹിദാണ്. അതവൻ കോടീശ്വരനാണെന്ന് പുറത്തു തോന്നിയാലും, ഏറ്റവും വില കൂടിയ വാഹനത്തിൽ അവൻ യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും, ഏറ്റവും മുന്തിയ വസ്ത്രം അവൻ ധരിക്കുന്നുണ്ടെങ്കിലും, ഏറ്റവും നല്ല ഭക്ഷണം അവൻ കഴിക്കുന്നുണ്ടെങ്കിലും, മണിമാളികകളിൽ അവൻ താമസിക്കുന്നുണ്ടെങ്കിലും, അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ അവന്റെ ഖൽബിന് യാതൊരു പ്രശ്നവുമില്ല എങ്കിൽ അവൻ ജാഹിദാണ്. അതേ സമയത്ത് ഒരാൾക്ക് മുഷിഞ്ഞ വസ്ത്രമാണ്, ദാരിദ്ര്യമാണ്, കഷ്ടപ്പാടാണ്, പൊളിഞ്ഞു വീഴാനായ വീടാണ്, അങ്ങനെയൊക്കെയാണ്, പക്ഷെ അവന്റെ കയ്യിൽ സമ്പത്തില്ല, അവന്റെ ഖൽബ് നിറയെ സമ്പത്താണ്, അവന് ഒരു രൂപ കൂടുതൽ കിട്ടിയാൽ അവന് വലിയ ദുനിയാവ് മൊത്തം ലഭിച്ച സന്തോഷമുള്ള ഒരുത്തനാണെങ്കിൽ, അതുകൊണ്ട് അതിനോട് ആർത്തി കാണിക്കുന്ന ഒരുത്തനാണെങ്കിൽ അവനൊരിക്കലും സുഹൃദ് എന്താണെന്ന് പറയാൻ സാധിക്കില്ല. അവൻ ദുനിയാവിനോട് അടിമപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോ കയ്യിൽ എത്ര ദുനിയാവുണ്ടെങ്കിലും അതിനൊരു പ്രാധാന്യം കൊടുക്കാത്തവനാണ് ജനങ്ങളിൽ ഏറ്റവും സ്ഥാനമുള്ളവനെന്ന് പറഞ്ഞു. വഖീല ലഹു, അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു. ഇത് ഹസൻ ഇബ്നു അലി റളിയല്ലാഹുവിനോട് ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞതാണ് കേട്ടോ. ഫമൻ അഖ്സറുൻ നാസ് സഫഖതൻ, ആരാണ് ജനങ്ങളിൽ ഏറ്റവും നഷ്ടം സംഭവിച്ചവൻ? ഖാല മൻ ബാഅൽ ബാഖിയ ബിൽ ഫാനി, നഷ്ടപ്പെടുന്ന ഒന്നുകൊണ്ട് നിലനിൽക്കുന്ന ഒന്നിനെ വാങ്ങുന്നവനാണ്. അഥവാ പരലോകത്തെ ദുനിയാവ് കൊടുത്ത് വാങ്ങുന്നവൻ. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ
ദുനിയാവിന് വേണ്ടി പരലോകത്തെ വിൽക്കുന്നവൻ, ദുനിയാവിന് വേണ്ടി നഷ്ടപ്പെടുന്ന തീർന്നു പോകുന്ന ഫാനിയായ ദുനിയാവിന് വേണ്ടി പരലോകത്തെ നഷ്ടപ്പെടുത്തവനാണ് ഏറ്റവും വലിയ നഷ്ടം പറ്റിയവൻ എന്ന് പറഞ്ഞു. വഖീല ലഹു, വീണ്ടും ചോദിച്ചു, മൻ അഅലമുന്നാസി ഖദ്റൻ, ആരാണ് ജനങ്ങളിൽ ഏറ്റവും നല്ല സ്ഥാനമുള്ളവൻ? വീണ്ടും ചോദിച്ചു, മൻ ലാ യറ ദുനിയാ ലിനഫ്സിഹി ഖദ്റൻ, സ്വന്തത്തിൽ ദുനിയാവിന് ഒരു വിലയും കൊടുക്കാത്തവൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ويرى أن الرجل قال رسول الله صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹദീസാണ്. ഒരിക്കൽ ഒരു വ്യക്തി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ദുല്ലനി അലാ അമലിൻ ഇദാ അമിൽതുഹു അഹബ്ബനില്ലാഹ് വ അഹബ്ബനി നാസ്, എനിക്കൊരു അമല് പറഞ്ഞു തരണം, ആ അമല് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു എന്നെ ഇഷ്ടപ്പെടണം, ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടണം, അങ്ങനത്തെ ഒരു അമല് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ഒരു കർമ്മം പറഞ്ഞു തരണം, അത് ഞാൻ ചെയ്താൽ അള്ളാഹുവിന്റെ ഇഷ്ടം എനിക്ക് നേടാൻ സാധിക്കും, ജനങ്ങളുടെ ഇഷ്ടവും എനിക്ക് നേടാൻ സാധിക്കും. ഫഖാല അലൈഹിസ്സലാം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ഹദ് ഫിദ്ദുനിയാ യുഹിബ്ബക്കല്ലാഹ് വസ്ഹദ് ഫീമാ ഇൻദന്നാസ് യുഹിബ്ബക്കന്നാസ്. ഇസ്ഹദ് ഫിദ്ദുനിയ, ദുനിയാവിനോട് നീ സുഹൃദ് കാണിക്കുക, നീ വിരക്തി കാണിക്കുക, ദുനിയാവിനോട് നീ താല്പര്യമില്ലാത്തവനാവുക. യുഹിബ്ബക്കല്ലാഹ്, അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുന്നതാണ്, അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. വസ്ഹദ് ഫീമാ ഇൻദന്നാസ്, ജനങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനോട് നീ സുഹൃദ് കാണിക്കുക. ജനങ്ങൾ എന്തിന്റെ പിന്നാലെയാണോ പോകുന്നത്? ജനങ്ങൾ പ്രധാനമായിട്ട് പോകുന്നത് എന്താണ്? സമ്പത്ത്, സ്ഥാനം, അതുപോലുള്ള കാര്യങ്ങളായിരിക്കും. ജനങ്ങൾ ആവശ്യക്കാരാകുന്ന കാര്യങ്ങൾ എന്താണോ അതിനോട് നീ എന്ത് കാണിക്കുക? സുഹൃദ് കാണിക്കുക. യുഹിബ്ബക്കന്നാസ്, ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടുന്നതാണ്, ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടും. ഇത് പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ്. ജനങ്ങള് വളരെയധികം ദുനിയാവ് ആഗ്രഹിക്കുന്ന, പണം ആഗ്രഹിക്കുന്ന, പ്രശസ്തി ആഗ്രഹിക്കുന്ന ആളുകളാവുമ്പോ അതിനോട് താല്പര്യമില്ലാത്ത ഒരാളുണ്ടെങ്കിൽ ജനങ്ങൾക്ക് എന്താ തോന്നുക? അവനെ പേടിക്കേണ്ടി വരില്ല. കാരണം എന്താണ്? അവൻ എന്റെ ഇതിനു വേണ്ടി മത്സരിക്കില്ല. ഇപ്പൊ ഉദാഹരണം നമ്മൾ ചിന്തിക്കുകയാണ്, രണ്ട് കച്ചവടക്കാരുണ്ട് വിചാരിക്കാം. ആ കച്ചവടക്കാര് ഒരാള്, രണ്ടുപേരും സുഹൃത്തുക്കളാണെന്ന് തന്നെ വിചാരിക്കാം. രണ്ടുപേരും ഒരേ കച്ചവടം ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോ ഈ സുഹൃത്തിന് മറ്റേ സുഹൃത്തിന്റെ വിഷയത്തിൽ എപ്പോഴും ഒരു പേടി ഉണ്ടാവും. കാരണം എന്താണ്? അവൻ എന്റെ കച്ചവടം തട്ടിയെടുക്കുവോ? കാരണം ഇവൻ എന്താണോ തേടുന്നത്, ആഗ്രഹിക്കുന്നത്, അതിനെ തന്നെ തേടുന്നവനായിരിക്കും മറ്റേ ആള്. അപ്പൊ ഇവൻ എന്റെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നവനാകുമോ എന്നുകൊണ്ട് ഇയാൾക്ക് അയാളോട് യഥാർത്ഥ സ്നേഹം ഉണ്ടാവില്ല. അതേസമയം ഒരാളുടെ സുഹൃത്ത്, അവൻ ഇയാൾ തേടുന്ന സമ്പത്തിനോടോ പ്രശസ്തിയോടോ ഒന്നും താല്പര്യമില്ല, അവൻ അതിനോടെല്ലാം വിരക്തി കാണിക്കുന്നവനാണെങ്കിൽ ഈ ആൾക്ക് ഈ മറ്റേ ആളോട് അങ്ങേയറ്റത്തെ സ്നേഹമായിരിക്കും. കാരണം ഇയാൾ സുരക്ഷിതനാണ്. മറ്റേ ആളെ ഞാൻ തേടുന്ന കാര്യത്തിന് വേണ്ടി എന്റെ ഒപ്പം മത്സരിക്കില്ല എന്ന് ഉറപ്പായിരിക്കും. അപ്പൊ ജനങ്ങൾ അങ്ങനെ ഇഷ്ടപ്പെടും. ദുനിയാവിനോടുള്ള വിരക്തി ആര് കാണിക്കുന്നുവോ തീർച്ചയായിട്ടും അവനെ അള്ളാഹു ഇഷ്ടപ്പെടും. കാരണം ഒരാളുടെ കൽബിലും ദുനിയാവിനോടുള്ള ഇഷ്ടവും അള്ളാഹുവിനോടുള്ള ഇഷ്ടവും ഒരേ സമയം കൽബിൽ നിലനിൽക്കില്ല. അള്ളാഹുവിനോടുള്ള ഇഷ്ടവും ദുനിയാവിനോടുള്ള ഇഷ്ടവും ഒരേ സമയം ഒരാളുടെ കൽബിൽ നിലനിൽക്കില്ല. ദുനിയാവിനോട് ഒരാൾക്ക് വിരക്തിയുണ്ടോ തീർച്ച അവിടെ അള്ളാഹുവിനോടുള്ള ഇഷ്ടം അവിടെ കയറിയിട്ടുണ്ടാകും. وكان الحسن يقول, ഹസൻ ബസ്രി റഹിമഹുള്ള പറയുമായിരുന്നു, ഇദാ അസ്ബഹൽ അബ്ദു, ഒരടിമ പ്രഭാതത്തിലായാൽ വജബത് അലൈഹി അർബഅതു അഷ്യാ, 4 കാര്യങ്ങൾ അവന്റെ മേലെ നിർബന്ധമാകും. 4 കാര്യങ്ങൾ. 1 ഹുബ്ബുല്ലാഹി തആല, അവൻ അള്ളാഹുവിനോടുള്ള ഇഷ്ടം, അവൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം. 2 വഹബ്ബു ദീനില്ലാഹ്, അള്ളാഹുവിന്റെ ദീനിനോടുള്ള ഇഷ്ടം. 3 വഹബ്ബുൽ ആഖിറ, പരലോകത്തിനോടുള്ള ഇഷ്ടം. 4 വബുഗ്ദുദ് ദുനിയ, ദുനിയാവിനോടുള്ള വെറുപ്പ്, ദുനിയാവിനോടുള്ള വെറുപ്പ്. ഈ 4 കാര്യങ്ങൾ ഒരാൾ രാവിലെ എഴുന്നേറ്റാൽ അവനുണ്ടായിരിക്കണം. കാരണം ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? അവന്റെ ദീനും ദുനിയാവും സംരക്ഷിക്കപ്പെടും. അവന്റെ അന്നത്തെ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ സുരക്ഷിതമാകുന്ന മറ്റെല്ലാ ഷർറുകളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക. അള്ളാഹുവിനോടുള്ള ഇഷ്ടമുണ്ടാകണം, അള്ളാഹുവിന്റെ ദീനിനോടുള്ള ഇഷ്ടം, അതായത് റസൂലിന്റെ സുന്നത്തിനോടും എല്ലാമുള്ള ഇഷ്ടം, പരലോകത്തിനോടുള്ള ഇഷ്ടം, ദുനിയാവിനോടുള്ള വെറുപ്പ്. വഖാല ലഹു റജുലുൻ, ഒരിക്കൽ ഹസൻ ബസ്രി റഹിമഹുള്ളയോട് ഒരു വ്യക്തി വന്നു ചോദിച്ചു, യാ അബാ സഈദ്, അബൂ സഈദ്, മാ തഖൂലു ഫി ദുനിയ, ദുനിയാവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ദുനിയാവിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഫഖാല, അദ്ദേഹം പറഞ്ഞു, وما عسى أن أقول في دار حلالها حساب وحرامها عقاب, ഞാൻ എന്ത് പറയാനാണ് ഒരു ഭവനത്തെ കുറിച്ച്? അതിലെ ഹലാലുകൾ വിചാരണ ചെയ്യപ്പെടുന്നതാണ്, അതിന്റെ ഹറാമുകളോ
ശിക്ഷിക്കപ്പെടുന്നതുമാണ്. ദുനിയാവിനെ കുറിച്ച് നല്ലൊരു താരീഫാണത്. ഹലാലുഹ ഹിസാബുൻ വഹറാമുഹ ഇഖാബുൻ. ദുനിയാവിൽ ഹലാലായിട്ട് നിങ്ങൾ എന്ത് നേടിയോ, സമ്പത്ത് നേടിക്കോളിയും, വിവാഹം കഴിച്ചോളിയും, അല്ലെങ്കിൽ ഹലാലായിട്ട് എന്ത് കാര്യം നേടിയോ അതിന്റെ പേരിൽ ഹിസാബ് ഉണ്ടാവും. നിങ്ങൾ എങ്ങനെ നേടി, എങ്ങനെ ചെലവഴിച്ചു, ഇവരോടുള്ള ബാധ്യതകൾ നിറവേറ്റിയോ, എല്ലാ കാര്യങ്ങളും ചോദിച്ച് ഹിസാബിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. ഇനി ഹറാമായിട്ടാണെങ്കിലോ, ഹറാമായ നിലക്ക് പലിശയും അല്ലെങ്കിൽ മദ്യം വിറ്റുകൊണ്ടും അല്ലെങ്കിൽ വ്യഭിചാരവുമാണെങ്കിലോ ഇത് ശിക്ഷയും ഉറപ്പാണ്, അതിന് ശിക്ഷയാണുള്ളത്. ഇങ്ങനെയുള്ള ഒരു ഭവനത്തെ കുറിച്ച് ഞാൻ എന്ത് പറയാനാണ് എന്ന് ഹസൻ ബസീർ റഹിമഹുല്ലാഹ് തിരിച്ചു ചോദിച്ചു. ഫഖാല റജുൽ, ഇത് കേട്ട ആള് പറഞ്ഞു, തല്ലാഹി, അല്ലാഹുവാണ്, മാ റഅയ്തു കലാമൻ ഔജസ മിൻ കലാമിക്, നിങ്ങളുടെ കലാമിനേക്കാൾ ബ്രീഫായിക്കൊണ്ട്, ചുരുങ്ങിയതായിക്കൊണ്ട്, സംക്ഷിപ്തമായിക്കൊണ്ട് ദുനിയാവിനെ പറ്റി വേറൊരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഫഖാല അൽ ഹസൻ, അപ്പോൾ ഹസൻ ബസീർ റഹിമഹുല്ലാഹ് ഇയാളോട് പറഞ്ഞു, ബൽ കലാമു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഔജസു വഅബ്ലഗു മിൻ കലാമി, എന്നാൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞതാണ് എന്റെ വാക്കിനേക്കാൾ സംക്ഷിപ്തമായതും ആഴത്തിൽ മനസ്സിലാക്കുന്ന അർത്ഥവത്തായതും എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഹൈസു കതബ ഇലൈഹി ആമിൽ ഹിംസ, ഹിംസ എന്ന പ്രദേശത്ത് അദ്ദേഹം നിയോഗിച്ച വ്യക്തി, ഗവർണറായിരിക്കാം, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരാണ്? ഖലീഫയാണ്. നിയോഗിച്ച വ്യക്തി ഇദ്ദേഹത്തിനടുത്ത് കത്തെഴുതി, ഇന്ന സുവറഹ ഖദ് തഹദ്ദം, ഈ നാടിന്റെ മതില്, ബൗണ്ടറി ആയിട്ടുള്ള മതില് അത് തകർന്നിട്ടുണ്ട്, വഹ്താജ ഇലൽ ഇസ്ലാഹ്, നന്നാക്കണം എന്ന് കത്തെഴുതി. ഫകതബ ഇലൈഹി, അപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തിരിച്ചു കത്തെഴുതുകയാണ്, ഹസ്സിൻ മദീനതക ബിൽ അദ്ൽ, നിന്റെ നാടിനെ നീ നീതി കൊണ്ട്, അദ്ല് കൊണ്ട് നീ അതിനെ കാത്തു സംരക്ഷിക്കുക. വനഖിഹ മിനൽ ദുൽം, അക്രമത്തിൽ നിന്ന് അതിനെ മോചിപ്പിക്കുക, അതിനെ സുരക്ഷിതമാക്കുക. തഅമൻ അലൈഹൽ മഖാവിഫ്, നീ ഭയപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിൽ നിന്നെല്ലാം നീ സുരക്ഷിതനായിരിക്കും. വതർജു ലഹസ് സലാമ, നിങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകുമെന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് തിരിച്ച് കത്തെഴുതുകയാണ്. അതായത് ഒരു നാടിന്റെ സംരക്ഷണമായിട്ട് നമ്മൾ ഭൗതികമായിട്ട് കാണുന്ന കാര്യമാണ് മതിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ അത് നന്നാക്കാനാണ് എഴുതുന്നത്. പക്ഷെ അതിനേക്കാൾ പ്രാധാന്യമായിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ആ നാട്ടിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നീതിപൂർവവും അക്രമമില്ലാതെയും അവിടെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഭരണം ഉണ്ടെങ്കിൽ, അവിടെ ആ രീതിയിലാണെങ്കിൽ എല്ലാ രീതിയിലുമുള്ള സുരക്ഷിതത്വം അവിടെ ലഭിക്കും എന്നുള്ളതാണ്. അതായത് ദുനിയാവിന്റെ ഉപമയായിട്ട് പറയുകയാണെങ്കിൽ, ദുനിയാവിലെ ഭൗതികമായ വസ്തുക്കളാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ രക്ഷയായിട്ട് നമ്മൾ കാണുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അതല്ല. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ കാണിക്കുന്ന സിദ്ഖും അള്ളാഹുവിനോടുള്ള കടമകളുടെ പൂർത്തീകരണവുമാണ് നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കുന്നത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒരാളിപ്പോ സമ്പത്തോ അല്ലെങ്കിൽ വേറെ സൗകര്യങ്ങളോ ഇതാണ് എന്റെ ദുനിയാവിന്റെ ജീവിതത്തെ നിലനിർത്തുന്നത് എന്ന അടിസ്ഥാനം എന്ന് വിശ്വസിക്കുകയാണ്. എന്നിട്ട് അള്ളാഹുമായിട്ടുള്ള കടമകളോ അള്ളാഹുവിനോടുള്ള ബാധ്യതകളോ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. അങ്ങനത്തെ ഒരാളാണെങ്കിൽ അവൻ മനസ്സിലാക്കേണ്ടത്, അവന്റെ ഈ കാര്യങ്ങൾ, ബാക്കിയുള്ള വസ്തുക്കൾ അവന് യഥാർത്ഥത്തിൽ ഉപകരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം? അവൻ അള്ളാഹുവിനോടുള്ള കടമകൾ പൂർത്തിയായിരിക്കണം. അങ്ങനെയെങ്കിൽ അവൻ ഭയപ്പെടുന്നതിൽ നിന്നെല്ലാം അള്ളാഹു അവനെ സംരക്ഷിക്കും. അവൻ എല്ലാ രീതിയിലുള്ള സുരക്ഷിതത്വവും സംരക്ഷണവും അള്ളാഹു അവന് നൽകും. ഈ ഒരു കാര്യം ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് ഇത് എഴുതുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അത്രയധികം നിർഭയത്വവും സമാധാനവും ഇസ്ലാമിക ലോകത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ തഖ്വ കൊണ്ടും അദ്ദേഹത്തിന്റെ ഇഖ്ലാസ് കൊണ്ടും സിദ്ഖ് കൊണ്ടുമായിരിക്കണം അത്രയധികം നിർഭയത്വം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ ഒരു ഭരണമായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ളയുടെ കാലത്ത് ഉണ്ടായിരുന്നത്. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയുമായിരുന്നു, റുവിയ അന്ന അല്ലാഹു തആല ഔഹാ ഇല ദുനിയ, ദുനിയാവിനോട് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, മൻ ഖദമനി ഫഖ്ദുമീഹ്, ആരാണോ എന്നെ ഖിദ്മത്ത് ചെയ്യുന്നത്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ച് ജീവിക്കുന്നത്, അവന് വേണ്ടി നീ പണിയെടുക്കുക. വമൻ ഖദമക്കി, നിന്റെ പിന്നാലെ നിനക്ക് വേണ്ടി ആരാണോ പണിയെടുക്കുന്നത്, ഫസ്തഖ്ദിമീഹ്, അവനെ നീ ഒഴിവാക്കിക്കൊള്ളുകയും ചെയ്യുക, അവനെ നീ കീഴൊതുങ്ങി പണിയെടുക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റുകയും ചെയ്യുക. അതായത് ഇത് പൊതുവായിട്ടുള്ള ഹദീസുകളിൽ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മൻ കാനത്തി ദുനിയ ഹമ്മഹു ഫറഖല്ലാഹു അലൈഹി അംറ, ദുനിയാവ് ഒരുത്തന്റെ പ്രധാന ചിന്തയായോ അവന്റെ കാര്യങ്ങൾ അള്ളാഹു ചിന്ന ഭിന്നമാക്കും.
എന്നാൽ അള്ളാഹു പരലോകവുമാണ് ഒരുത്തന്റെ നിയ്യത്ത് എങ്കിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അവന്റെ കാര്യങ്ങൾ അള്ളാഹു ഒരുമിച്ച് കൂട്ടും. അവൻ അറിയാത്ത രീതിയിൽ, അവൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവന്റെ കാര്യങ്ങൾ അള്ളാഹു നടത്തിക്കൊടുക്കുകയും ചെയ്യും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി ഈ ഫസ്ലിൽ തന്നെ അതിന്റെ ഇടയിൽ ഒരു സബ് ടൈറ്റിൽ ആയിക്കൊണ്ട് കൊടുക്കുകയാണ് മാ റുവിയ അൻഹു ഫീ ഖിസ്റിൽ അമൽ. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പ്രതീക്ഷ, ദുനിയാവിലുള്ള പ്രതീക്ഷ അത് കുറക്കണം എന്നുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചില അസറുകൾ ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ട്. കാനൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹു തആല യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, ഇബ്നു ആദം, എ മനുഷ്യ, തഇൽ അർള ബിഖദമിക്, നീ ഭൂമിയിൽ നിന്റെ കാലുകൊണ്ട് ചവിട്ടി നടക്കുക. ഫഇന്നഹാ അൻ ഖലീലിൻ തകൂനു ഖബ്റക്, നീ മനസ്സിലാക്കണം, വൈകാതെ അത് നിന്റെ ഖബറാകും. ഭൂമി നിന്റെ ഖബറായി മാറുന്നതാണ്. അഥവാ നീ ചവിട്ടി നടക്കുന്ന ഭൂമി വൈകാതെ തന്നെ, അടുത്ത് തന്നെ നിന്റെ ഖബറായി മാറുന്നതാണ്. വദഇൽ ഗഫ്ല, അശ്രദ്ധ, ഗഫ്ലത്ത് നീ ഒഴിവാക്കുക. അശ്രദ്ധമായി നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നും പരലോകം എന്താണെന്നുള്ള കാര്യത്തിൽ നിന്ന് അശ്രദ്ധമായി പോകുന്നതിനെ നീ ഒഴിവാക്കുക. ഫഇന്നക ലം തസൽ ഫീ ഹദ്മി ഉംരിക് മുൻദു ഖറജ്ത മിൻ ബത്നി ഉമ്മിക്, നീ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തിൽ? നിന്റെ ആയുസിനെ നീ തകർത്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് നീ പുറത്തു ചാടിയത് മുതൽ, നിന്റെ ഉമ്മാന്റെ വയറ്റിൽ നിന്ന് നീ പുറപ്പെട്ടത് മുതൽ നിന്റെ ആയുസിനെ നീ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അത് അവസാനത്തിൽ തകർന്നു തീരുമ്പോൾ പിന്നെ നിനക്കുണ്ടാവുന്നത് നീ ചവിട്ടി നടക്കുന്ന മണ്ണ് നിന്റെ ഖബറായി മാറുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ദുനിയാവിലുള്ള അമിതമായ പ്രതീക്ഷ നാം ഏതു സമയവും ഒഴിവാക്കേണ്ട കാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇബ്നു ആദം, എ മനുഷ്യ, ലാ തഹ്മിൽ അലാ യൗമിക ഹമ്മ ഗദിക്, ഇന്ന് നീ നിന്റെ നാളത്തെ കാര്യത്തിനെ കുറിച്ച് ആലോചിച്ച് നീ ബേജാറാകുന്ന അവസ്ഥ ഉണ്ടാവരുത്. വൽയക്ഫി കുല്ല യൗമിൻ ഹമ്മുഹു, എല്ലാ ദിവസവും ആ ദിവസത്തെ ചിന്ത മാത്രം മതി അനക്ക്. നാളെ എന്താവും, മറ്റൊന്ന് എന്താവും എന്ന് ആലോചിച്ച് നീ ബേജാറാവണ്ട. ഇന്നത്തെ ദിവസം എന്താണോ അതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ഇന്ന ഗദൻ ഇൻ കാന മിൻ ഉംരിക്, നീ നിന്റെ ആയുസ്സിൽ നാളെ എന്നൊന്ന് നിനക്കുണ്ട് എങ്കിൽ, നാളെ നിനക്കുണ്ട് എങ്കിൽ അതാക ഫീഹി റിസ്ഖുക, ആ ദിവസം വരുന്നത് നിനക്കുള്ള റിസ്ഖും കൊണ്ടുകായിരിക്കും. പല ആളുകളും അമിതമായ ചിന്ത, സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ഉണ്ടാവുന്ന ചിന്തയല്ല, അമിതമായ ചിന്തയിൽ മുഴുകുന്നുണ്ട് എങ്കിൽ, അതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചു പോവുകയാണ് എങ്കിൽ അതിന്റെ ആവശ്യമില്ല. നാളത്തെ ദിവസം നമുക്ക് ഉണ്ടോ എന്ന് തന്നെ അറിയില്ല, പിന്നല്ലേ അവിടുത്തെ റിസ്ക്. നാളെ എന്നൊരു ദിവസം നമുക്കുണ്ടോ എന്ന് നമുക്കറിയില്ല, പിന്നെയല്ലേ അതിനെക്കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് ബേജാറാകുന്ന അവസ്ഥ. അങ്ങനെ ഒരു ബേജാറ് നിനക്ക് ആവശ്യമില്ല എന്ന് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയുകയാണ്. അദ്ദേഹം പറയുമായിരുന്നു, റഹിമല്ലാഹു അബ്ദൻ ജഅല ഐശ ഐശൻ വാഹിദ, ഒരു വ്യക്തിക്ക് അള്ളാഹു റഹ്മത്ത് ചൊരിയട്ടെ, അവന്റെ അന്നന്നത്തെ കാര്യങ്ങൾ അതാണ് അവന്റെ പ്രധാനമായി കൊണ്ടു നടക്കുന്നവൻ. ഫകലമാ യുംസിഖു റമഖഹ്, അവന്റെ വിശപ്പ് മാറ്റാനുള്ളതും ഭക്ഷിക്കുന്നു. വലബിസ ഖലഖ, അവന്റെ നഗ്നത മറക്കാനുള്ള വസ്ത്രവും ധരിക്കുന്നു. വൽസഖ ബിൽ അർളി ഖദ്ദഹ, അവന്റെ താടി ഭൂമിയിൽ വെച്ചുകൊണ്ട് കൂടുതൽ ഇബാദത്ത് ചെയ്തുകൊണ്ട്. മുജ്തഹിദൻ ഫി ഇബാദത്തി റബ്ബിഹി, തന്റെ റബ്ബിന്റെ ഇബാദത്തിൽ അതിയായി പരിശ്രമിച്ചുകൊണ്ട്. ഹത്താ യഅതിയഹു അജലുഹു വഹുവ കദാലിക്, ആ അവസ്ഥയിലായിക്കൊണ്ട് അവനിലേക്ക് അവന്റെ മരണം എത്തുന്നത്. അഥവാ നമുക്ക് സത്യത്തില് അനാവശ്യമായ ഒരുപാട് കാര്യങ്ങളുണ്ട് ദുനിയാവിൽ. നമ്മുടെ ജീവിതത്തിന് യാതൊരു ഉപകാരമില്ലാത്ത, എന്നാൽ നമ്മുടെ സമയം പാഴാക്കി കളയുന്ന അനാവശ്യമായ ധാരാളം കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് മാറി അവനവന്റെ കാര്യം, എന്തിനാണോ ഞാൻ സൃഷ്ടിക്കപ്പെട്ടത്, ആ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബന്ധപ്പെട്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ, അവർ അള്ളാഹുവിന് ഇബാദത്തിൽ ഇജ്തിഹാദ് ചെയ്യുന്നവർ, അങ്ങനെ ആ അവസ്ഥയിൽ മരിക്കുന്നവർക്ക് റഹ്മത്ത് ചൊരിയട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, മാ അതാല അബ്ദുൻ അൽ അമല ഇല്ലാ അസാഅ അൽ അമല, ഒരടിമയുമില്ല അവന്റെ ദുനിയാവിലുള്ള പ്രതീക്ഷ വർദ്ധിക്കുകയാണ്. അവനൊരു പ്രതീക്ഷയുണ്ട്, ഞാൻ കുറെ കാലം ഇനി ജീവിക്കും, അല്ലെങ്കിൽ എനിക്കിനി കുറെ കാലമുണ്ട്, എനിക്കിനി കുറെ കാര്യങ്ങളുണ്ട് എന്ന ചിന്ത ഒരുത്തനുണ്ട്. അങ്ങനെ ഒരുത്തനുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവന് ഇല്ല അസാ അൽ അമല, അവന്റെ സൽക്കർമ്മങ്ങൾ, അവന്റെ കർമ്മങ്ങൾ അത് മോശപ്പെട്ടതായിരിക്കും, അവൻ തിന്മകളായിരിക്കും വർദ്ധിപ്പിക്കുക. അതായത് ഒരു മനുഷ്യൻ നന്നാകാൻ, അവന് സൽക്കർമ്മങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള ഏറ്റവും നല്ല പ്രേരണ എന്താണെന്നറിയോ? ഏത് സമയവും മരണപ്പെടുന്നുള്ള ബോധം ഉണ്ടാവലാണ്.
ആയുസിൽ കൂടുതലൊന്നും എനിക്കില്ല, എനിക്ക് തൗബ ചെയ്യാൻ അടുത്തൊരു നിമിഷം എനിക്ക് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു ബോധമുള്ള ഒരുത്തന് തിന്മയിൽ എങ്ങനെയാണ് മുഴുകാൻ പറ്റുക? അതേസമയം അത് വിട്ടുകൊണ്ട് ഒരുപാട് ആയുസ്സുണ്ട്, കാലമുണ്ട് എന്ന് വിശ്വസിക്കുന്ന പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് അവരുടെ അവസ്ഥ എന്താണ്? അവർ തിന്മകളിൽ കൂടുതൽ കൂടുതൽ മുഴുകിക്കൊണ്ടിരിക്കും. നമ്മൾ നമ്മുടെ കാര്യം തന്നെ ആലോചിച്ചാൽ മതി. നമ്മൾ തിന്മയിൽ മുഴുകുന്ന എപ്പോഴായിരിക്കും? നമ്മൾ ഏറ്റവും കൂടുതൽ തിന്മയിൽ മുഴുകിപ്പോകുന്ന അവസ്ഥ എപ്പോഴായിരിക്കും? നമുക്ക് പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത, മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഏറ്റവും കുറഞ്ഞ സന്ദർഭങ്ങളിലായിരിക്കും. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, ദഖൽനാ അലാ സഫ്വാൻ ഇബ്നു മുഹ്രിസ്. ഒരിക്കൽ ഹസൻ ബസീർ റഹിമഹുള്ളയും മറ്റു പലരും സഫ്വാൻ ഇബ്നു മുഹ്രിസ് എന്ന വ്യക്തി, ബസ്രയിൽ ഉണ്ടായിരുന്ന ആബിദായിരുന്ന, വളരെ വലിയ പണ്ഡിതനായിരുന്ന, വളരെ വലിയ സായിദായിരുന്ന ഒരു വ്യക്തിയായിരുന്നു, അദ്ദേഹത്തിന്റെ അടുക്കൽ പ്രവേശിച്ചു. വഹുവ ഫീ ബൈത്തിൻ മിൻ ഖസ്ബിൻ ഖദ് മാല അലൈഹി. അദ്ദേഹം മുള കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീട്ടിലായിരുന്നു. അത് തന്നെ ചെരിഞ്ഞ് വീഴാൻ നിൽക്കുന്ന പോലത്തെ ഒരു വീട്ടിലാണ് അദ്ദേഹം താമസം. ഫഖുൽന, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പ്രവേശിച്ചപ്പോൾ ഇവർ പറഞ്ഞു, അസ്ലഹകല്ലാഹ്, അല്ലാഹു നിങ്ങളെ നന്നാക്കട്ടെ, ലൗ അസ്ലഹത ഹാദൽ ബൈത്ത്, നിങ്ങൾക്ക് ഈ വീടൊന്ന് നന്നാക്കിക്കൂടെ, ഒന്ന് പുതുക്കി പണിതൂടെ എന്ന് പറഞ്ഞു. ഫഖാല, അപ്പൊ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, കം മിൻ റജുലിൻ മാത വഹാദാ മാഇൻ കമാ തറഊൻ. ഈ വീട് ഇതുപോലെ നിൽക്കുന്ന ആ സന്ദർഭത്തിൽ തന്നെ എത്ര ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവിടെ പറയുന്നത് മറ്റെന്തിനേക്കാളും മരണത്തെക്കുറിച്ചുള്ള ചിന്തയും മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയും അവർക്ക് ഉണ്ടായിരുന്നു എന്നറിയിക്കാനാണ്. വീട് നേരാക്കുന്നത് തെറ്റായിട്ടോ അല്ലെങ്കിൽ കുഴപ്പമായിട്ടോ എന്നല്ല. പക്ഷെ ആദ്യം അവരുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഇത് നേരാക്കുന്നതിന് മുമ്പ് തന്നെ എത്ര ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ള മരണത്തെക്കുറിച്ചുള്ള ചിന്ത, അവർ ദുനിയാവിലുള്ള പ്രതീക്ഷ അവർക്ക് കുറവായിരുന്നു എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, റഅയ്തു റജുലൻ അസാബഹു അൽ ജഹദ്. ഞാനൊരു വ്യക്തിയെ കണ്ടു, വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തി. ഫദുഫിഅ ലഹു ദിർഹം. അങ്ങനെ അദ്ദേഹത്തിന് ഒരു ദിർഹം നൽകപ്പെട്ടു, കുറച്ച് സമ്പത്ത് നൽകപ്പെട്ടു. ഫഖാല ലാ ഹാജത ലീ ഫീഹി. അദ്ദേഹം പറഞ്ഞു, എനിക്കിപ്പോ ഇനി ഇതിനാവശ്യമില്ല. അതൊരു ദിവസത്തിന്റെ അവസാനത്തിലാണ് പോകുന്നത്. അപ്പൊ പറഞ്ഞു, എനിക്ക് ഇനി ഇത് ആവശ്യമില്ല. ഇന്ന സൂഖ ഖദ് ഇർതഫഅ. അത് അങ്ങാടിയൊക്കെ അടച്ചുപോയിട്ടുണ്ട്, എല്ലാവരും കൂട്ടിപ്പോയിട്ടുണ്ട്. വഅഖാഫു അൻ അമൂത ഖബല ഇൻഫാഖിഹി. ഇത് ചെലവഴിക്കുന്നതിന് മുമ്പ് ഞാൻ മരണപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വതുറകഹു മീറാസൻ. അതിന്റെ ബാക്കിയായിട്ട് ഇവിടെ വിട്ടുപോകും. വഹാസബ അലൈഹി. അതിന്റെ പേരിൽ ഞാൻ വിചാരണ ചെയ്യപ്പെടും. വഇൻ ഇശ്തു ഗദൻ. നാളെ ഞാൻ ജീവിക്കുകയാണെങ്കിൽ കാന റിസ്ഖി അലല്ലാഹി വഹദ ലാ ശരീക ലഹു. എന്റെ റിസ്ക് അല്ലാഹുവിന്റെ അടുക്കലാണ്. ഇത് ചില ആളുകൾ, ചില സഹാബികളിൽ പോലും ചില ആളുകൾക്കുണ്ടായിരുന്ന വീക്ഷണമായിരുന്നു. പക്ഷെ ഭൂരിഭാഗം സഹാബികൾക്കും ഈ അഭിപ്രായമല്ല ഉള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖുർആനിന്റെ ചില ആയത്തുകൾ ഓതിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞിരുന്നു, ആരെങ്കിലും അന്നന്നത്തെ ആവശ്യത്തിന് ശേഷം, അന്നന്ന് ഒരാൾക്ക് ആവശ്യമുള്ളതിന് ശേഷം സ്വർണമോ വെള്ളിയോ അതോ അന്നത്തെ സമ്പത്ത് ദിനാറോ ദിർഹമോ എടുത്തു വെക്കുകയാണെങ്കിൽ അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടും എന്നുള്ളത് ചില ആയത്തുകൾ അദ്ദേഹം അതിനായി തെളിവായി ഉദ്ധരിച്ചിരുന്നു. അങ്ങനെ ഇത് മദീനയിൽ പറഞ്ഞു നടന്ന സമയത്ത് എന്തുണ്ടായി? ആളുകൾക്കിടയിൽ വളരെ ഫിത്ന ഉണ്ടായി. പൈസ എടുത്തു വെക്കാൻ പറ്റൂലേ, പൈസ തെറ്റാവോ എന്നുള്ള പ്രശ്നം ഉണ്ടായി. അങ്ങനെ സന്ദർഭത്തിലാണ് അബൂദർ റളിയല്ലാഹു അൻഹു ശ്രേഷ്ഠനായ സ്വഹാബിയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ കുഴപ്പമുണ്ടാക്കരുത്, നിങ്ങളുടെ ഈ വീക്ഷണം പറഞ്ഞിട്ട് ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നിങ്ങൾ വേറൊരു സ്ഥലത്ത്, മദീനയിൽ കുറച്ചപ്പുറത്ത് റബത്ത എന്ന പേരുള്ള സ്ഥലത്ത് അദ്ദേഹത്തെ മാറ്റി താമസിപ്പിക്കുക ഉണ്ടായിട്ടുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാൻ, അദ്ദേഹം ഇജ്തിഹാദിന് അർഹനായിട്ടുള്ള റസൂലുള്ളാഹിന്റെ സുഹബത്ത് ലഭിച്ചിട്ടുള്ള ശ്രേഷ്ഠനായ സ്വഹാബിയാണ്. അദ്ദേഹത്തിന്റെ വീക്ഷണം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായപ്പോ ഭരണാധികാരിയായിട്ടുള്ള ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ മാറ്റി താമസിപ്പിച്ചു. അങ്ങനെ ഒരു അഭിപ്രായമാണ് ഇത് പറയുന്നത്. പക്ഷെ ഒരു കുടുംബമുള്ള, മക്കളുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കുടുംബത്തിന് ബാക്കിയായി സമ്പത്ത് വെക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള വെക്കേണ്ടതാണ്. ഒരാൾ മരണസമയത്ത് സ്വത്ത് മുഴുവൻ സ്വതക്ക് കൊടുത്തു തീർക്കാൻ അവന് അനുവാദമില്ല. അവന് 1/3 മാക്സിമം അവന് കൊടുക്കാൻ പാടുള്ളൂ. അത് തന്നെ കൂടുതലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സ്വന്തം മക്കളെ അനാഥരായി ദരിദ്രരായിട്ട് വിടാൻ പാടില്ല. ഇത് ചില സഹാബികളുടെയും ചില മുൻഗാമികളുടെയും അഭിപ്രായമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയല്ല. وكان يقول, അദ്ദേഹം പറയുമായിരുന്നു, ഇന്ന അല്ലാഹ യുഅതി അൽ അബ്ദ മക്റൻ ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് നൽകും, ദുനിയാവ് ധാരാളം നൽകും.
എന്തുകൊണ്ടാണ്? മക്റൻ ബിഹി, അതൊരു തന്ത്രമായിട്ടാണ്. ഇവൻ ഇതുകൊണ്ട് എന്ത് ചെയ്യുമെന്നറിയാൻ. വയുഹ്രിമുഹു, ചില ആളുകൾക്ക് അത് തടയും, ദുനിയാവ് തടയും. നവറൻ ലഹു, അവനെ നോക്കാൻ വേണ്ടിയിട്ട്, അഥവാ അവനെ പരിശോധിക്കാൻ വേണ്ടി, അവൻ എങ്ങനെയാണ് അതിൽ ക്ഷമ അവലംബിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. വമൻ തഅറള ലിമക്രില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന്റെ ഈ തന്ത്രത്തിൽ വീണു പോവുകയാണെങ്കിൽ ഇസ്തൗജബ ഉഖൂബതഹു, അവന് ശിക്ഷ നിർബന്ധമാകും. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് ധാരാളം നൽകുക എന്നുള്ളത് ഒരിക്കലും അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ടു എന്നതിന് തെളിവല്ല. ആകാം, ആവാതിരിക്കാം, പക്ഷെ ഇഷ്ടപ്പെട്ടു എന്നതിനുള്ള അടിസ്ഥാന തെളിവല്ല ദുനിയാവ് ഒരാൾക്ക് കൂടുതൽ ലഭിച്ചു എന്നുള്ളത്. അത് മക്രായിരിക്കാം, അല്ലെങ്കിൽ ഇസ്തിദ്റാജ് ആയിരിക്കാം. ഇവൻ തിന്മയിൽ മുഴുകുകയാണോ എന്നറിയാൻ വേണ്ടി എല്ലാം, എന്തും ദുനിയാവ് ആവട്ടെ അനുഗ്രഹങ്ങളാവട്ടെ കൂടുതലായി നൽകുന്നതായിരിക്കാം. ഇനി അള്ളാഹു തആല ഒരാൾക്ക് ദുനിയാവ് തടഞ്ഞു, അത് അള്ളാഹു തആല ഇഷ്ടപ്പെടാത്തോണ്ടാണോ? ഒരിക്കലുമല്ല. അള്ളാഹുവിന് അവനോട് വെറുപ്പുള്ളതാണോ? ഒരിക്കലുമല്ല. അത് അവനെ പരീക്ഷിക്കാൻ വേണ്ടിയാകാം, അവൻ ക്ഷമിക്കുന്നുണ്ടോ എന്നറിയാൻ ആയിരിക്കാം. ഇനി ഈ തന്ത്രം എന്താണെന്നറിയാതെ അതിൽ അള്ളാഹു കുറെ നൽകി, അപ്പൊ എനിക്ക് സുഖമാണ്, അള്ളാഹിനെ അനുസരിക്കേണ്ട, അവൻ ആ തോന്നിയ പോലെ ജീവിക്കുകയാണെങ്കിൽ നാളെ അവനെ കാത്തു നിൽക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ശിക്ഷയാണ്. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഇബ്ന ആദം, എ മനുഷ്യ, ഇന്നമാ അൻത അദദു അൻഫാസിക വ ഔഖാതിക, തീർച്ചയായിട്ടും നീ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ആലോചിക്കേണ്ട ഒരു വാക്കാണ്. തീർച്ചയായിട്ടും നീ നിന്റെ നിശ്വാസത്തിന്റെയും നിന്റെ സമയത്തിന്റെയും എണ്ണം മാത്രമാണ്. നമ്മൾ ഓരോരുത്തരും ശ്വസിക്കുന്ന ശ്വാസം, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന ഓരോ നിമിഷം, അതാണ് നീ. കുല്ലമാ മളാ ലക വഖ്തുൻ, നിന്നിൽ നിന്ന് ഓരോ സമയവും കഴിഞ്ഞു പോകുമ്പോൾ, നമ്മൾ ഒരു വാച്ച് നോക്കിയിരിക്കാന്ന് വിചാരിക്കുക, ഓരോ സെക്കൻഡ്, ഓരോ മിനിറ്റ്, ഓരോ മണിക്കൂർ കഴിഞ്ഞു പോവുകയാണെങ്കിൽ ഇൻഖളാ മിൻക ബഅദുൻ, നിന്നിൽ നിന്ന് കുറച്ചാണ് പോകുന്നത്. സമയം പോകുന്നു എന്നുള്ളത് നീയാണ് തീർന്നുകൊണ്ടിരിക്കുന്നത്, നിന്റെ അവസരമാണ് തീർന്നുകൊണ്ടിരിക്കുന്നത്. നിന്റെ ദുനിയാവിലുള്ള സാധ്യത, നിനക്കുള്ള അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയം നീ തന്നെയാണ് തീർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയാണ്. വലില്ലാഹി ദർറുൽ ഖായിൽ, അള്ളാഹു സംരക്ഷിച്ച ഒരാൾ, ഒരു കവി പറഞ്ഞിരിക്കുന്നു, ഇന്നാ ലനഫ്റഹു ബിൽ അയ്യാമി നഖ്തഉഹാ, നമ്മൾ സന്തോഷിക്കുന്നു നമ്മൾ കഴിഞ്ഞു പോകുന്ന ദിവസങ്ങളെ കുറിച്ച്. വകുല്ലു യൗമിൻ മവാ ബഅദുൻ മിനൽ അജ്ൽ, ഓരോ ദിവസവും കഴിയുമ്പോഴും നമ്മുടെ ആയുസ്സിൽ നിന്നാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫഅമൽ ലിനഫ്സിക ഖബ്ല അൽയൗമ മുജ്തഹിദൻ, നീ നിനക്ക് വേണ്ടി നീ പരിശ്രമിക്കുക നിന്റെ ദിവസം എത്തുന്നതിന് മുമ്പ്. വ ഇന്നമർ റിബ്ഹു വൽ ഖുസ്റാനു ഫിൽ അജ്ലി, ലാഭവും നഷ്ടവുമെല്ലാം ഈ ആയുസ്സിന്റെ അടിസ്ഥാനത്തിലാണ്. ലാഭവും നഷ്ടവുമെല്ലാം ഈ ആയുസ്സിന്റെ അടിസ്ഥാനത്തിലാണ്. കഴിഞ്ഞു, ഇന്നത്തെ ദിവസം നമ്മൾ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതാണ് നാളെ പരലോകത്ത് ലാഭവും നഷ്ടവും തീരുമാനിക്കുക. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, ഇബ്ന ആദം, എ മനുഷ്യ, ഇന്ന ലക അജലൻ വ അമലൻ, നിനക്ക് നിർണയിക്കപ്പെട്ട ഒരു ആയുസ്സുണ്ട്, നിനക്ക് ദുനിയാവിലുള്ള പ്രതീക്ഷയുണ്ട്. എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്നതാണ്. ഒന്ന്, നിനക്ക് നിർണയിക്കപ്പെട്ട സമയം, ആയുസ്സുണ്ട്. രണ്ട്, നിന്റെ ആഗ്രഹങ്ങളും നിന്റെ കൊതികളുമായിട്ടുള്ള ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഫൈൻ അദ്റകക അമലുക്, നീ ആഗ്രഹിക്കുന്ന സാധനം നീ നേടുകയാണെന്ന് വിചാരിക്കുക. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അത് നീ നേടുകയാണെങ്കിൽ ഖറബക മിൻ അജ്ലിക്, എന്തുണ്ട്, നിന്റെ ആയുസ് അടുത്തെത്തിയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോ ഒരു കാര്യം, നമ്മളിപ്പോ ഒരു നല്ല വാഹനം വാങ്ങണം എന്ന് ഒരാൾ, ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറയാം, നല്ലൊരു വാഹനം വാങ്ങണം എന്ന് ഒരാൾ ആഗ്രഹിച്ച് പ്രതീക്ഷ വെച്ച് പോവാണ്. അങ്ങനെ അയാൾ അത് ഒരുപാട് കാലം പൈസ ഒക്കെ കൂട്ടി വെച്ച് ആ വാഹനം വാങ്ങി. അപ്പൊ അവന്റെ പ്രതീക്ഷ അവിടെ നടക്കുകയാണ്. ആ നടന്നു കഴിയുമ്പോ പിന്നെ എന്താണ് അവനുള്ളത്? അവന്റെ ആയുസ് അവസാനിക്കാനായിട്ട് അടുത്തിട്ടുണ്ടാവും. എന്നിട്ട് പറയാണ്, വ ഇൻ അദ്റകക അജലുക, ഇനി നിന്റെ ആയുസ്സാണ് ആദ്യം നിന്നെ പിടികൂടുന്നതെങ്കിലോ. ഇപ്പൊ പ്രതീക്ഷ ഒരാൾ വാഹനം വാങ്ങാൻ വെച്ചിട്ടുണ്ട്, വിചാരിച്ചിട്ടുണ്ട്, അവന് പൈസ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് 5 വർഷത്തിൽ പൈസയാവുമെന്ന് വിചാരിച്ചിട്ട് വാങ്ങാൻ നിൽക്കുമ്പോൾ ഒരു 3 വർഷം കഴിയുമ്പോഴത്തേനും അവൻ മരണപ്പെട്ടു പോയി. അവന്റെ ആയുസ് അവിടെ തീർന്നിട്ടുണ്ടെങ്കിൽ നിന്റെ പ്രതീക്ഷ പിന്നെ എന്തില്ല, അവിടെ തീർന്നു പോയിട്ടുണ്ട്, അതവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. കാരണം ആയുസ് നീ കണ്ടുമുട്ടി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കേണ്ട ഒരു വാക്കാണ്. ഈ രണ്ട് കാര്യം എല്ലാ മനുഷ്യനും ഉണ്ടാവും. അജലും അമലും, നിശ്ചയിക്കപ്പെട്ടൊരു സമയം ഉണ്ടാവും, ഒരു മനുഷ്യനുള്ള പ്രതീക്ഷയുണ്ടാവും.
ആദ്യം ഏതാണോ അമലാണ്, പ്രതീക്ഷയാണ്, പ്രതീക്ഷിച്ചേ നടക്കുന്നുണ്ട് എങ്കിൽ തൊട്ടടുത്ത് തന്നെ പിന്നെ എന്താ ഉള്ളത്? നമ്മുടെ ആയുസ് അവസാനിക്കാനുള്ളത്. എന്നാൽ ആയുസ് അവസാനിക്കുന്നതാണ് ആദ്യം സംഭവിക്കുന്നതെങ്കിൽ പിന്നെ പ്രതീക്ഷയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല. വകാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ട്, ഇജ്തമഅ സലാസതു നഫരിൻ, 3 ആളുകൾ ഒരിക്കൽ ഒരുമിച്ച് കൂടി. 3 ആളുകൾ ഒരുമിച്ച് കൂടി. ഇതും വളരെ ചിന്തിക്കേണ്ട ഒരു വാക്കാണ്. 3 ആളുകൾ ഒരിക്കൽ ഒരുമിച്ച് കൂടി. ഫതകല്ലമു ഫീ ഖിസ്റിൽ അമൽ, അവര് സംസാരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുറഞ്ഞ പ്രതീക്ഷ. ആർക്കാണ് ഏറ്റവും കുറഞ്ഞ പ്രതീക്ഷ ദുനിയാവിലുള്ളതെന്ന് പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫഖാല അഹദുഹും, അതിൽ ഒന്നാമത്തെ ആൾ പറഞ്ഞു, മാ മർറ ബി ഖത്തു ശഹ്റുൻ, ഒരു മാസവും ഞാൻ കടന്നു പോകുന്നില്ല, ഇല്ലാ വനന്തു അന്നി അമൂതു ഫീഹി, ഏതൊരു മാസം ആവുമ്പോഴും ഞാൻ വിചാരിക്കും ഈ മാസം ഞാൻ മരിക്കും. അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞു. ആർക്കാണ് ദുനിയാവിൽ കുറഞ്ഞ പ്രതീക്ഷ ഉള്ളത് എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ പറഞ്ഞു, ഏതൊരു മാസം ആയാലും ഞാൻ വിചാരിക്കും ഈ മാസം ഞാൻ മരിച്ചു എന്ന്. വഖാല ആഖർ, രണ്ടാമത്തെ ആൾ പറഞ്ഞു, മാ മർറ ബി ഖത്തു യൗമുൻ ഇല്ലാ ഖദ്ദർതു അന്നി അമൂതു ഫീഹി, ഒരു ദിവസവും എന്റെ ജീവിതത്തിൽ കടന്നു പോകുന്നില്ല, ഞാൻ അന്ന് വിചാരിക്കും ഞാനിന്ന് മരിക്കും. ഓരോ ദിവസമായാലും ഞാൻ വിചാരിക്കും ഞാനിന്ന് മരിക്കും. വഖാല സാലിസ്, മൂന്നാമത്തെ ആൾ പറഞ്ഞു, അൽ അജബ് കുല്ലുൽ അജബ്, എന്തൊരു അത്ഭുതമാണിത്. മിൻ ആമിലിൻ അജലുഹു ബിയദി ഗൈരിഹി വറിസ്ഖുഹു ഇൻദ സിവാ, ഒരാള് അവന്റെ പ്രതീക്ഷ പറയാണ്, അവന്റെ ആയുസാണെങ്കിലോ വേറൊരാളുടെ കയ്യിലുമാണ്, അവന്റെ റിസ്ഖാണെങ്കിലോ അതും വേറൊരാളുടെ കയ്യിലാണ്. അതായത് തന്റെ ആയുസ് വേറൊരാളുടെ കയ്യിലുള്ള ഒരാൾ എന്ത് കാര്യം പറയാനാണ്, എന്ത് പ്രതീക്ഷിക്കാനാണ്? ഒന്നാമത്തെ ആൾ ഒരു മാസത്തിലാണെങ്കിൽ, രണ്ടാമത്തെ ആൾ ദിവസത്തിലാണെങ്കിൽ അവന്റെ മേലെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ പറയാൻ പറ്റുള്ളൂ. ഇയാൾ പറയാണ് എന്തൊരു അത്ഭുതമാണ്, നമ്മുടെ കയ്യിൽ യാതൊരു നിയന്ത്രണത്തില്ലാത്ത കാര്യത്തിന്റെ മേലെ എന്ത് പ്രതീക്ഷ ഞാൻ വെക്കാനാണ്? അഥവാ ഏത് നിമിഷവും പ്രതീക്ഷ വെക്കാൻ പോലും ഇല്ലാത്തൊരു കാര്യമാണ് നമ്മുടെ ആയുസിന്റെ വിഷയം. വാനുഷേദ, ഒരു കവി പറഞ്ഞു, മരണം ഇറങ്ങുന്നില്ല അതിന്റെ യാഥാർത്ഥ്യം അറിയിച്ചുകൊണ്ടല്ലാതെ, മൻ അദ്ദ വഖ്തൻ ലം യഅതി മിൻ അജലിഹി, അവന്റെ സമയം കണക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, അവന്റെ അജൽ വന്നെത്തുന്നതിനെ കുറിച്ച് അവൻ ആലോചിക്കുന്നില്ല. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, റുവിയ അന്ന അല്ലാഹ സുബ്ഹാനഹു ലമ്മാ ഖലഖ ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചപ്പോൾ, ജഅല അജലഹു ബൈന ഐനൈ, മനുഷ്യന്റെ ആയുസ്, ആദം നബി അലൈഹിസ്സലാമിന്റെ ആയുസ് മുൻപിലായി കൊണ്ടുവച്ചു. വഅമലഹു ഖൽഫ ളഹരി, പ്രതീക്ഷകൾ പിന്നിലായിക്കൊണ്ടും. ഫലമ്മ വാഖഅൽ ഖതിഅ, അങ്ങനെ തെറ്റ് സംഭവിച്ചപ്പോൾ, അഥവാ സ്വർഗത്തിൽ നിന്ന് ഹറാമാക്കിയ ആ പഴം ഭക്ഷിച്ചപ്പോൾ, ഹുവില ഫജുഇല അമലുഹു ബൈന ഐനൈഹി, അത് നേരെ മാറ്റി, പിന്നെ പ്രതീക്ഷയായി മുന്നിൽ. വഅജലുഹു ഖൽഫ ളഹരി, ആയുസിനെ കുറിച്ചുള്ള ചിന്ത പിന്നിലുമായി. ഫദാലിക മാ കാന ഫീ ബനീഹി മിൻ തൂലിൽ അമൽ വൽ ഗഫ്ലതി അനിൽ അജൽ, അതുകൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങളിൽ മനുഷ്യന്മാരുടെ ഇടയിൽ പ്രതീക്ഷകൾ കൂടുകയും മരണത്തെക്കുറിച്ചുള്ള ചിന്ത കുറയുകയും അതിനെക്കുറിച്ച് അശ്രദ്ധമാവാനുമുള്ള കാരണം എന്ന് പറയുകയാണ്. ഇത് പൊതുവായിട്ടുള്ള ഒരു കാര്യത്തെ അറിയിച്ചു എന്ന് മാത്രം. മനുഷ്യന്റെ പൊതുവായിട്ടുള്ള സ്വഭാവമാണ് അവന്റെ ചിന്തകളും പ്രതീക്ഷകളും. ആരാണെങ്കിലും നമുക്ക് ഓരോരുത്തരുടെ കാര്യം നമ്മൾ ആലോചിച്ചാൽ മതി. നമുക്കിപ്പോഴും ഒരു 60 വർഷത്തേക്കുള്ള ജീവിതത്തിനുള്ള പ്ലാനായിരിക്കും നമുക്ക് ഉണ്ടാവുക. നമ്മുടെ മനസ്സിൽ ഒരു 60 70 വർഷത്തേക്കുള്ള പ്ലാൻ ആയിരിക്കും നമ്മൾ എപ്പോഴും വെക്കുക. എന്നാൽ നമ്മൾ അറിയുന്നില്ല, നമ്മുടെ കഫൻ തുണി ഇന്ന് അതൊരു തുണിയായിക്കൊണ്ട് കടയിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. അപ്പോ അതാണ് ഇവിടെ അറിയിക്കുന്നത്. പ്രതീക്ഷകളായിരിക്കും മുന്നിൽ, മരണത്തെക്കുറിച്ചുള്ള ചിന്ത പിന്നിലുമായിരിക്കും. കാന യഖൂൽ, അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഇബ്നു ആദം, മനുഷ്യ, ഇന്നക ലൗ ഖസ്സർത മസീറ അജലിക്, നിന്റെ ഈ ആയുസിനെ കുറിച്ചിട്ടുള്ള ഈ ചിന്ത, നിന്റെ ആയുസ് കുറവാണ് എന്നുള്ള ബോധം നിനക്കുണ്ട് എങ്കിൽ, ലഅബ്ഗൽത ഉറൂറ അമലിക്, നിന്റെ പ്രതീക്ഷയിൽ വഞ്ചിതനാകുന്നതിനെ നീ വെറുപ്പിച്ചു കളയും. അഥവാ നിന്റെ പ്രതീക്ഷകളിൽ വഞ്ചിതനാകുന്ന അവസ്ഥ നിനക്കുണ്ടാവില്ല, അത് കുറഞ്ഞു പോകും. വലൗ അബ്സർത ഖലീല മാ ബഖിയ മിൻ ഉംരിക്, നിന്റെ ആയുസ്സിൽ ബാക്കിയുള്ള കുറഞ്ഞ ദിവസത്തെ കുറിച്ച് നീ ഉറ്റാലോചിച്ചാൽ, ലസഹിദ്ത ഫീ അക്സരി മാ തർജൂഹു മിൻ അമലിക്, നിന്റെ പ്രതീക്ഷയിൽ നീ പ്രതീക്ഷിക്കുന്ന ധാരാളം കാര്യങ്ങളെ കുറിച്ച് നിനക്ക് വിരക്തി തോന്നുമായിരുന്നു. ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നിന്റെ ആയുസ് കുറവാണെന്ന് നീ ചിന്തിക്കുകയാണെങ്കിൽ
നിന്റെ പ്രതീക്ഷയുടെ വഞ്ചനയിൽ നീ അകപ്പെടില്ല. അതുപോലെ തന്നെ ഇനി നമുക്ക് എത്ര ബാക്കിയുണ്ട്, അത് കുറവാണല്ലോ എന്ന് നീ ആലോചിക്കുകയാണെങ്കിൽ നിന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അതിനോട് നിനക്ക് വിരക്തിയുമുണ്ടാകും എന്ന് അദ്ദേഹം പറയാറുണ്ട്. വഖീല പറയപ്പെടുന്നു സല്ല അൽ ഹസനു അലാ ജിനാസ. ഒരിക്കൽ ഹസൻ ബസീർ റഹിമഹുല്ലാ ഒരു ജനാസ മയ്യത്ത് നിസ്കരിക്കാൻ അതിൽ പങ്കെടുത്തു, ജനാസയിൽ പങ്കെടുത്തു. ثم مشى الى القبر, അങ്ങനെ ഖബറിന്റെ അടുക്കിലേക്ക് നടന്നു. ثم قال, എന്നിട്ട് ഖബർ നോക്കിയിട്ട് പറഞ്ഞു, يا لها موعظة وعظ بها عباد الله. എന്ത് നല്ല ഉപദേശമാണ്, അള്ളാഹുവിന്റെ അടിമകൾക്ക് ഉപദേശിക്കാനുള്ള എന്ത് നല്ല ഉപദേശമാണ്. لو وافقت قلبا حيا, ജീവനുള്ള ഒരു കൽബ് ഇതിനെക്കുറിച്ച് ആലോചിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുകയാണ്. വലാകിൻ, പക്ഷേ ലാ ഹയാത ലിൽ ഖുലൂബ്, കൽബുകൾക്ക് എന്തില്ല, ഇതിനെക്കുറിച്ച് ആലോചിക്കാനുള്ള ജീവൻ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഖബർ എന്നുള്ളത്, ഖബറിനേക്കാൾ വലിയൊരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് എന്താ ഉള്ളത്? ഖബറിനേക്കാൾ വലിയൊരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് എന്താ ഉള്ളത്? എത്ര നമ്മൾ ഓടി നടന്നാലും എത്ര സുഖ സൗകര്യത്തിലാണെങ്കിലും ഒരു നാൾ ഇവിടെ എത്തേണ്ടി വരുമല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരാൾ തീർച്ച അവൻ ദുനിയാവിനോട് വിരക്തി കാണിക്കും, അവന്റെ പാപങ്ങൾ ഒഴിവാക്കും, സൽക്കർമ്മങ്ങളിൽ മുന്നേറും, അള്ളാഹുവിന്റെ ദിക്ർ വർദ്ധിപ്പിക്കും, എല്ലാം അവൻ പരിശ്രമിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിടങ്ങൾ സന്ദർശിക്കാൻ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇന്നൽ മൗത ഫദഹ ദുനിയ, മരണമതാ ദുനിയാവിനെ വെളിവാക്കുന്നു. ദുനിയാവിന്റെ യാഥാർത്ഥ്യം മരണം വെളിവാക്കുന്നതാണ്. ഫലം യദഅ ലിദീ ലുബ്ബിൻ ഫീഹാ ബഅദഹു ഫറഹ, അതിനുശേഷം അതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയ ബുദ്ധിയുള്ള ഒരുത്തന് പിന്നെ അമിതമായിട്ടുള്ള സന്തോഷം ഉണ്ടാവില്ല. ഫറഹിമല്ലാഹു മൻ അഖദ മിൻഹാ ഖൂതൻ, അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാവട്ടെ, അവന്റെ ദുനിയാവിൽ നിന്ന് അവന് ആവശ്യമുള്ളത് മാത്രം അവൻ എടുക്കുന്നു. വതറക്കൽ ഫദ്ല ലിയൗമി ഫാഖതിഹി വഫഖരിഹി, എല്ലാം നഷ്ടപ്പെടുന്ന, എല്ലാവരും ദരിദ്രരാകുന്ന ദിവസത്തിന് വേണ്ടി ഫദ്ലത്തായിട്ടുള്ള അമിതമായിട്ടുള്ള കാര്യങ്ങളെ ഒരുവൻ ഒഴിവാക്കുകയും ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, ഫറഹിമല്ലാഹു മൻ അഖദ മിൻഹാ ഖൂതൻ, ഒരാൾ ദുനിയാവിൽ അവൻ ആവശ്യമുള്ളത് എടുക്കുകയും, വതറക്കൽ ഫദ്ല ലിയൗമി ഫാഖതിഹി വഫഖരിഹി, നഷ്ടം സംഭവിക്കുന്ന, ദാരിദ്ര്യം സംഭവിക്കുന്ന ദിവസത്തിനു വേണ്ടി അത് ബാക്കിയുള്ള അമിതമായിട്ടുള്ളതിനെ ഒഴിവാക്കുകയും, ഫകഅന്നൽ മൗത ഖദ് നസൽ, അവർ ഏതുപോലെയാണ്, മരണം ഇതാ വന്നെത്തി എന്ന പോലെയാണ്. വൻഖതഅൽ അമലു, അങ്ങനെയല്ല, മരണം പെട്ടെന്നാണ് വന്നെത്തുക. വൻഖതഅൽ അമൽ, പിന്നെ അമൽ അവിടെ മുറിഞ്ഞു പോകും. ഫറഹിമല്ലാഹു ലബീബൻ ഖസ്സറ അമലഹു വറാഖബ അജലഹു, ഒരു ബുദ്ധിമാനായ ഒരുത്തൻ, അവന് കാരുണ്യമുണ്ടാവട്ടെ, അവന്റെ പ്രതീക്ഷകൾ അവന് കുറവാണ്, അവന്റെ ആയുസിനെ കുറിച്ചുള്ള ചിന്ത അവന് കൂടുതലുമാണ്. വകാന യഖൂലു ഇദാ മറത് ബിഹി ജിനാസ, ഒരു ജനാസയിലൂടെ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉഖുദു ഫഇന്നാ റായിഹൂൻ, നിങ്ങൾ പ്രഭാതത്തിൽ പുറപ്പെടുക, നാം വൈകുന്നേരം തിരിച്ചെത്തേണ്ടവരാണ്. ഔ റൂഹു, അല്ലെങ്കിൽ വൈകുന്നേരത്തിൽ പുറപ്പെടുക, ഫഇന്നാ ഗാദൂൻ, നമ്മൾ പ്രഭാതത്തിൽ മടങ്ങേണ്ടവരാണ്. ഉദ്ദേശം നമ്മൾ എപ്പോഴാണെങ്കിലും ഈ ഖബറിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് മടങ്ങേണ്ടവരാണ്. വഖീല റഅൽ ഹസനു, ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള അടുത്ത പേജുകൾ നമുക്ക് അടുത്ത ദർസിൽ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും അത് യഥാർത്ഥ രൂപത്തിൽ പിൻപറ്റാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.